വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീണ്ടും ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു റോൾ കേക്കാണ് ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. സ്ട്രോബെറിയുടെ ഫ്ലേവറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്തെടുക്കാം. എഗ്ഗ് മിക്സ് നന്നായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂണ് സ്ട്രോബെറിയുടെ എസൻസ് ചേർത്തെടുക്കാം. ഇനി ലാസ്റ്റ് 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ മിക്സ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലോർ ചേർത്തെടുക്കുക. 1/3 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലോർ മൊത്തം എഗ്ഗിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്ത് കൊടുത്തതാണ്. ഇങ്ങനെ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഓവർ മിക്സിങ് ആയി പോകരുത്. അപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്ക്വയർ ടൈപ്പ് ട്രേ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവനിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഓവൻ ഇല്ലാത്തവർക്ക് സ്റ്റൗവിൽ ഫ്രൈങ് പാനിലും ചെയ്തെടുക്കുക. ഇനി ബാറ്റർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓവനിൽ 150 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തത്. അപ്പോൾ കേക്ക് ബേക്കായിട്ട് ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് തിന്നായതുകൊണ്ട് ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പോക്കാം. ഇപ്പോൾ കേക്കിൻ്റെ 4 സൈഡിലുള്ള ക്രിസ്പി ആയിട്ടുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് പോക്കിയിട്ടുണ്ട്. ഇനി ഫില്ലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ സ്ട്രോബെറിയുടെ ജാം ഇട്ടിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കേക്കിൻ്റെ മുകളിൽ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പം മൊത്തം ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ജാമ് മൊത്തം എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. കേക്ക് റോൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ക്രീം ഞാനൊന്ന് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്രീമൊക്കെ ഓപ്ഷണലാണ്. ക്രീമില്ലാതെ ഫില്ലിങ്സിൽ വെറും ജാമ് വെച്ചിട്ടാണെങ്കിലും ഈ ഒരു കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഫുള്ള് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ്സിലിട്ട ജാം ബാക്കി വന്നത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് ക്രീം കൊണ്ട് ഇതേപോലെ ഒന്ന് ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓരോ സ്പ്രിങ്കിൾസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്ട്രോബെറി റോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്.
അപ്പോൾ ഈ ഒരു റോൾ കേക്ക് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.